എൻ്റെ പേര് ആർദ്ര. ഞാൻ 2017 MBBS ജോയിൻ ചെയ്ത് 2023 പാസ് ഔട്ടായിട്ടുള്ള ഡോക്ടറാണ്. കഴിഞ്ഞ ഒരു വർഷമായി നീറ്റ് PG വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ജൂൺ 23 ആയിരുന്നു നീറ്റ് PG എക്സാം ഫിക്സ് ചെയ്ത ദിവസം. ഇന്നലെ രാത്രി 10 മണിക്കാണ് നീറ്റ് PG എക്സാം മാറ്റിവെച്ചു എന്ന് അറിയിച്ചുകൊണ്ട് ആരോഗ്യ മന്ത്രാലയം ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യുന്നത്. അതുവരെയും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഓരോ ആസ്പിരൻസും വളരെ ഉദ്യോഗപരിതമായിട്ടാണ് ആ എക്സാമിനെ നേരിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ എക്സാം മാറ്റിവെച്ചു എന്ന് പറയുന്ന വാർത്തയാണ് വരുന്നത്. ആദ്യം നീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂണിലായിരുന്നു, പിന്നീട് അത് പോസ്റ്റ്പോണ്ട് ചെയ്യുന്നു, ഇപ്പോൾ വീണ്ടും അത് പ്രീപോൺ ചെയ്തു, ഇപ്പോൾ ക്യാൻസൽ ചെയ്തു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അറിയിപ്പ്. നീറ്റ് PG എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിലാകെ വ്യാപിച്ച് കിടക്കുകയാണ്. എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തിനനുസരിച്ച് നമ്മുടെ സെൻറ്ററുകൾ മാറി മറിഞ്ഞു വരുന്നു. കേരളത്തിലുള്ള കുട്ടികൾക്ക്, കേരളത്തിലുള്ള ഡോക്ടർമാർക്ക് കിട്ടുന്ന സെൻറ്റർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലായിരിക്കാം, കർണാടകയിലായിരിക്കാം, ആന്ധ്രാപ്രദേശിലായിരിക്കാം. എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസം മുന്നേ, 2 ദിവസം മുന്നേ നമ്മൾ യാത്ര ചെയ്ത് ആ സെൻറ്ററിലെത്തി എക്സാമിൻ്റെ തലേ ദിവസം ഏതാണ്ട് 12 മണിക്കൂറിന് മുൻപ് നമ്മൾ അറിയുന്നു എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് നമുക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. കാര്യം നീറ്റ് UG മാറ്റിവെക്കുന്നു, UGC നെറ്റ് ക്യാൻസൽ ചെയ്യുന്നു, നടത്താനിരിക്കുന്ന നീറ്റ് PG ക്യാൻസൽ ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ ആസ്പിരൻസ്, അത് നീറ്റ് ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, UG എക്സാം ആയിക്കോട്ടെ, PG എക്സാം ആയിക്കോട്ടെ, ഇവരോട് കാണിക്കുന്ന അവഗണനയാണ്, ഇവരുടെ നിർവഹണത്തിലുള്ള വീഴ്ചയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിനോട് ശക്തമായൊരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നല്ലാതെ വേറെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങളെപ്പോലുള്ള ഓരോ ആസ്പിരൻസിനും അറിയില്ല. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതെന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.